ഷെഫ് സീക്രട്ടിന്റെ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ബീഫിന്റെ വേറിട്ട ഒരു വിഭവമാണ്, ബീഫ് ചില്ലി ഡ്രൈ. ഈ വിഭവത്തെ പറ്റി സൂചിപ്പിക്കുകയാണെങ്കിൽ വേറിട്ടൊരു പ്രിപ്പറേഷൻ സ്റ്റൈലാണ് ഇതിനുള്ളത്. നമ്മുടെ നാടൻ സ്റ്റൈലും ഒപ്പം ചൈനീസും ഇടകലർത്തിയാണ് ഇതിന്റെ കൂട്ടൊരുക്കുന്നത്. എന്നാൽ ഇനി സമയം കളയാതെ ബീഫ് ചില്ലി ഡ്രൈ നമുക്ക് പരിചയപ്പെട്ടാലോ. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. അതിനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കണം ആദ്യം. അതിനുശേഷം മറ്റു ചേരുവകളായ കോൺഫ്ലോർ 2 സ്പൂൺ, കറിവേപ്പില 4 ഇതൾ, ഗരം മസാല 1.5 സ്പൂൺ, വറ്റൽമുളക് ചതച്ചത് 3 സ്പൂൺ, കുരുമുളക് പൊടി 4.5 സ്പൂൺ, പച്ചമുളക് 5 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി 4 സ്പൂൺ, സവോള അരിഞ്ഞത് 2 എണ്ണം, മഞ്ഞൾപ്പൊടി 3.25 സ്പൂൺ, വെളിച്ചെണ്ണ 250 ഗ്രാം. ഇത്രയുമായാൽ നമുക്ക് ഇത് തയ്യാറാക്കുന്ന ഘട്ടത്തിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച 1/2 കിലോ ബീഫ് ഒരു ബൗളിലെടുത്ത ശേഷം കോൺഫ്ലവർ 2 സ്പൂണും, ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 സ്പൂൺ, കുരുമുളക് പൊടി 1.5 സ്പൂൺ എന്നിവ ചേർത്ത് നന്നായി ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 1.5 മണിക്കൂറോളം ഇതിനെ മാറ്റി വെക്കണം. 1.5 മണിക്കൂറിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് 250 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കണം. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ബീഫ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ ചെയ്യണം. അതിനുശേഷം ആ പാനിൽ തന്നെ 2 സവോള അരിഞ്ഞതുമിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. രണ്ടിതൾ കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും വഴറ്റണം. അതിനുശേഷം മഞ്ഞൾപ്പൊടി 3/4 സ്പൂൺ, വറ്റൽമുളക് ചതച്ചത് 3 സ്പൂൺ, കുരുമുളക് പൊടി 3 സ്പൂൺ, ഗരം മസാല 1.5 സ്പൂൺ, പച്ചമുളക് കീറിയത് 5 എണ്ണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ എന്നിവ ഇട്ട് ഇളക്കണം. നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് 2 ഇതൾ കറിവേപ്പിലയും അല്പം സവോള വട്ടത്തിൽ അരിഞ്ഞതും ചേർത്താൽ നമ്മുടെ ബീഫ് ചില്ലി ഡ്രൈ റെഡി. ഇതിന്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് കപ്പപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പുതുമ നിറഞ്ഞ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കില്ലല്ലോ.